വാട്ട് മിസ് കോൾ ഫ്യൂച്ചേഴ്സ് ഫേവറേറ്റ് ട്യൂഷൻ ആപ്പ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹൗ ടു റൈറ്റ് എൻ എസ്സേ എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പം അത് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് മാറും. ബിസിനസ് സ്റ്റഡീസിൽ എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എസ്സേയെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ എക്കണോമിക്സിലെ എസ്സേ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സുകളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡെഫിനിഷൻ കൊടുക്കുക. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എസ്സേ നിങ്ങൾ എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കാണും. ഇനി ഡെഫിനിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മീനിങ് എങ്കിലും എഴുതുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതുന്നതിന് പോലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് എസ്സേ എന്ന് പറയുമ്പോൾ കുറേ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ എസ്സേക്ക് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അതിന് പോയിന്റ് വൈസ് ആണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. 8 മാർക്സ് ആണെന്നുണ്ടെങ്കിൽ ആ 8 പോയിന്റ്സ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 6 മാർക്സ് കിട്ടുന്നത്. ബാക്കി ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ബാക്കി നമ്മൾ എഴുതിയ പ്രസന്റേഷനും ഒക്കെ വെച്ചിട്ടായിരിക്കും ഒരു 8 മാർക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത്. സോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് എക്സാമ്പിൾസ്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുത്ത് തന്നെ ഏതൊരു ടോപ്പിക്കിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് സിനേറിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. കാരണം കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ദേ വിൽ ബി ഇംപ്രസ്ഡ് ആൻഡ് അവരുടെ മൈൻഡിൽ തോന്നും ഓക്കെ ദിസ് സ്റ്റുഡൻറ് നോസ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ മാർക്കിലും റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് നാലാമത് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ബിസിനസ് സ്റ്റഡീസ് പോലല്ല, എക്കണോമിക്സ് വരുമ്പോൾ കുറേ ഗ്രാഫ്സ്, ചാർട്ട്സ്, ഡയഗ്രംസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എക്സാം എഴുതുമ്പോൾ അത് തിയറി ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രാഫോ അല്ലെങ്കിൽ ചാർട്ടോ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ പോലും ആ ടീച്ചേഴ്സിന് അത് ഫുള്ള് ഇന്ന് വായിക്കുന്നതിന് പകരം ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ ഇത് സ്റ്റുഡൻറ് നോസ് ദിസ് ടോപ്പിക് എന്നുള്ള ഒരു സംഭവം അവർക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിലൂടെയാണ്. ആൻഡ് നാലാമത് കൺക്ലൂഷൻ. എല്ലാ സ്റ്റുഡൻസും മറന്നു പോകുന്ന ഒരു ഏരിയ ആണ് കൺക്ലൂഷൻ. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതും, അതിൻ്റെ ബോഡി പാർട്ട് എഴുതും, അതിൽ പല കാര്യങ്ങളും നമ്മൾ എഴുതും, പക്ഷെ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് എസ്സേയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എഴുതിയേക്കുന്ന എല്ലാത്തിനെയും ഒന്ന് സമ്മറൈസ് ചെയ്ത് ദിസ് ഇസ് വാട്ട് ഐ സെഡ് അല്ലെ ദിസ് ഇസ് ദി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുക. അതാകുമ്പോൾ ഫുള്ളി അതൊന്ന് ആ ഒരു എസ്സേ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ ആൻഡ് യു വിൽ ഗെറ്റ് മോർ മാർക്സ് ഫോർ ഇറ്റ്. യെസ്, സോ ഇത്രയാണ് എസ്സേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ. അത് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ പഠിച്ചു തുടങ്ങിയതൊന്നും കറക്റ്റായിട്ടാണോ അല്ലയോ, അല്ലെങ്കിൽ ജസ്റ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് നോക്കി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ മാത്രം പോയി അല്ലെങ്കിൽ PYQs കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാതെ അത് മാറ്റി വെച്ചിട്ട് അങ്ങനെ രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഡു ജോയിൻ us ഇൻ യുവർ ബാച്ച്. നമ്മൾ നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവായിട്ട് CBSE +1+2 കൊമേഴ്സ് സ്റ്റുഡൻസിനായിട്ട് തുടങ്ങിയ ബാച്ചാണ്. ഇവിടെ നമ്മൾ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് സെഷൻസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ ഹെൽപ്പ് കിട്ടും. ആൻഡ് 2027 നിങ്ങളുടെ പബ്ലിക് എക്സാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഡു ജോയിൻ us. നമുക്ക് വരുന്ന സബ്ജക്ട്സ് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലത്തെ വീഡിയോസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ആൻഡ് അതേപോലെ നമ്മുടെ ഇൻസ്റ്റയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഡു ഫോളോ us ആൻഡ് സബ്സ്ക്രൈബ് us ഫോർ മോർ അപ്ഡേറ്റ്സ്.